ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്ലാസുകൾ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ മീറ്റിങ്ങുകളിലും സെമിനാറുകളിലും ചില കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും പ്രസൻറ്റേഷനുകൾ ഉണ്ടാക്കുക എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ എങ്ങനെയാണ് പ്രസൻറ്റേഷനുകൾ നിർമ്മിക്കുക എന്ന് കണ്ടു. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ വിശാലമായ ഒരു ക്യാൻവാസിൽ എങ്ങനെ പ്രസൻറ്റേഷനുകൾ നിർമ്മിക്കാം എന്നാണ് കാണുന്നത്. നമ്മൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ MS ഓഫീസിനകത്ത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ ഉബുണ്ടു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓഫീസിൽ നമുക്ക് ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയറുകളിൽ എങ്ങനെ വളരെ മനോഹരമായ പ്രസൻറ്റേഷനുകൾ നിർമ്മിച്ചെടുക്കാം എന്നാണ് നമ്മൾ ഇനിയുള്ള 2-3 എപ്പിസോഡുകളിലായിട്ട് കാണാൻ പോകുന്നത്. പ്രസൻറ്റേഷൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമുക്ക് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ തുറക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉബുണ്ടുവിലുള്ള പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിനായി ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമുക്ക് തുറക്കാം. ലിബർ ഓഫീസ് ഇംപ്രസ് തുറന്നു വന്നിരിക്കുകയാണ്. തുറന്നു വരുമ്പോൾ ആദ്യം നമുക്ക് കുറേ ടെംപ്ലേറ്റുകൾ കാണാൻ വേണ്ടി കഴിയും. ഇതിൽ ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ളത്, നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇവിടെ കുറേയേറെ ടെംപ്ലേറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇത് വേണ്ട എങ്കിൽ നമുക്ക് ഇതിവിടെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് നമ്മുടേതായ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഡീഫോൾട്ട് പേജാണ് തുറന്നു വരുന്നത്. ഈ പേജിനകത്ത് സാധാരണ രീതിയിൽ 2 ടൈറ്റിലുകൾ ചേർക്കാൻ ഉള്ള പ്രൊവിഷൻസ് കാണാം. ഒന്ന്, ഒരു മെയിൻ ടൈറ്റിൽ വലുതാക്കി ചേർക്കാനും, രണ്ടാമത്തത് സബ് ടൈറ്റിലോ ടെക്സ്റ്റോ ആഡ് ചെയ്യാനുള്ള സ്ഥലമാണുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ടൈപ്പ് ചെയ്ത് നമുക്ക് നമ്മളുടെ സ്ലൈഡ് മനോഹരമാക്കാം. അതായിരിക്കും കൂടുതൽ നന്നാവുക എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം ഈ സബ് ടൈറ്റിലും അതുപോലെ തന്നെ ടെക്സ്റ്റും ചേർക്കാനുള്ള പ്രൊവിഷൻസ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അതിനായി ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെലക്റ്റഡ് ആവും. എന്നിട്ട് നമ്മൾ കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഡിലീറ്റ് ആവും. അതുപോലെ തന്നെ രണ്ടാമത്തേതും ചെയ്യുന്നു. ഇതും ഡിലീറ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ ടൈറ്റിൽ കൊടുക്കണം. അതിനായി നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ് വേറെ തന്നെ. അതിനായി ഇതിന് മുകളിൽ നമുക്കിവിടെ കുറേയേറെ ഓപ്ഷനുകൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇവിടെ T എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇത് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സന്ദർഭം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ വെൽക്കം എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എടുത്ത് നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നമ്മുടെ കേഴ്സർ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ ഒരു കൈയുടെ അടയാളം വരും. ആ കൈയുടെ അടയാളം വരുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇതെടുത്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കണം. ഇത് വലുതാക്കണം. അതിനായി നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് സെലക്ട് ചെയ്യപ്പെടും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്. ഇവിടെ ഈ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇതിനകത്തുള്ള ക്യാരക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കൊരു വിൻഡോ തുറന്നു വരും. ഈ വിൻഡോയിൻ്റെ അകത്ത് ഫോർമാറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇപ്പം ഞാൻ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് ഫാമിലി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇവിടെ റെഗുലർ ആണുള്ളത്. ഫോണ്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാം. ഇനി ഞാനത് ലിബറേഷൻ സാൻസ് തന്നെ കൊടുക്കുകയാണ്. അടുത്തത് ഇവിടെ സ്റ്റൈൽ റെഗുലർ ആണുള്ളത്. അത് ഞാൻ ബോൾഡ് ആക്കുകയാണ്. ഫോണ്ട് സൈസ് 18 ആണുള്ളത്. ഞാനതൊരു 24 മാറ്റി. ഇനി മലയാളത്തിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തതെങ്കിൽ CTL ഫോണ്ട് ഫാമിലി താഴെയാണ് മാറ്റം വരുത്തേണ്ടത്. മുകളിൽ മാറ്റം വരുത്തിയാൽ ഇതിലൊരു മാറ്റമൊന്നും വരില്ല. ഇനി ഫോണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ മാറ്റിയിരിക്കുന്നത്. അടുത്തത് ഫോണ്ട് ഇഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഫോണ്ട് കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് കളർ മാറ്റാൻ വേണ്ടി കഴിയും. ഞാനിപ്പോൾ ഒരു മജന്ത കളർ കൊടുത്തു. അത് കഴിഞ്ഞ് ഫോണ്ട് ഇഫക്ട്സ് ഇവിടെ കൊടുക്കാം. ക്യാപിറ്റൽ, ലോവർ കേസ്, ടൈറ്റിൽ കേസ്, സ്മോൾ, ക്യാപിറ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനുകളുണ്ട്. അത് കഴിഞ്ഞ് ഔട്ട്ലൈൻ കൊടുക്കാം. ഒരു ഷേഡോ കൊടുക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ഷേഡോ വരും. ഈ രീതിയിൽ നമുക്കിതിനെ മാറ്റാം. പിന്നെ ഇതിൻ്റെ പൊസിഷൻ ഇപ്പം നോർമലാണുള്ളത്, അത് സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കാം, സബ്സ്ക്രിപ്റ്റ് ആക്കാം. ചില സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെ മാറ്റേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ അത് ചെയ്യാം. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല, ഓക്കെ കൊടുത്തു. ഞാൻ അടിയിൽ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വലുതാക്കിയപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഈ സൈഡിൽ പിടിച്ച് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ റെഡിയാവും. ഇനി നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇത് എടുത്തു കൊണ്ടുവെക്കുക. ഇനി ഇത് സെൻറ്ററിൽ വെച്ച് ഒരുപാട് വലുതാക്കിയിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമാറ്റിൽ പോയിട്ട് ക്യാരക്ടറിൽ പോയിട്ട് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടിക്കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ടെക്സ്റ്റ് നമുക്ക് ആയി. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഇതിപ്പോൾ വെള്ളയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് വെള്ള തന്നെയാണ്. നല്ല ഒരു സ്റ്റാൻഡേർഡ് പ്രസൻറ്റേഷന് വെള്ള ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, ഈ വെള്ളയല്ല വേണ്ടത് എങ്കിൽ ഈ സ്ലൈഡിൽ തന്നെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ലിസ്റ്റിനകത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേജ് എന്ന് പറയുന്ന ഒന്നുണ്ട്. പേജിൻ്റെ ലാൻഡ്സ്കേപ്പ് ആക്കാം, പോർട്രേറ്റ് ആക്കാം. പക്ഷേ ലാൻഡ്സ്കേപ്പിലാണ് നമുക്ക് വേണ്ടത്. പ്രസൻറ്റേഷൻ ഭംഗി അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി ഇതിൻ്റെ വലിപ്പം വേണമെങ്കിലൊക്കെ മാറ്റാനുള്ള ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. പിന്നെയുള്ളത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒന്നുമില്ല, നൺ ആണുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു കളർ കൊടുക്കണമെങ്കിൽ കളറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് ഇതുപോലെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ്, അതായത് 2 കളറുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഉദാഹരണം ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വരിക. ഇനി ഇതിൽ തന്നെ ഈ ഒരു പാറ്റേണിൽ തന്നെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് ഈ യെല്ലോ കളർ നമുക്കൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. അപ്പോൾ ഇങ്ങനെ വരും. ഇതിനകത്തുള്ള ലൈം കളറും മാറ്റി കൊടുത്തു നോക്കാം. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ചെയ്യാം. ഇതും ഇതുപോലെ തന്നെ ആ വൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും ഒക്കെ ഇവിടുന്ന് മാറ്റി കൊടുത്തിട്ട് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ അത്ര 100 കണക്കിന് സ്റ്റൈലിൽ നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി അടുത്തത് വേറൊരു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബിറ്റ് മാപ്പ് എന്ന് പറയുന്ന സ്റ്റൈലാണ്. ഇതാ ഇങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പറിൻ്റെ സ്റ്റൈലിലൊക്കെ ടൈലിൻ്റെ സ്റ്റൈലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒക്കെ ഉണ്ട്, ഇങ്ങനെ കാണാം. ഇതൊക്കെ കൊടുക്കുമ്പോൾ ലെറ്റർ എവിടെ എങ്ങനെ വെക്കും എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. ലെറ്ററിൻ്റെ കളറൊക്കെ പ്രശ്നമാണ്, എഴുത്ത് കാണുമോ എന്നുള്ള. അപ്പോൾ അതിനനുസരിച്ചുള്ള കളറൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇനി മറ്റൊന്നുള്ളത് പാറ്റേൺ ആണ്. ഈ പാറ്റേണുകൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒന്ന് ഇങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ടും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏതാണോ വേണ്ടത് അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒന്നാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയായി മാറി. അപ്പോൾ ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഈ കളറും മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മളിത് ഡിസ്പ്ലേ ചെയ്യാനാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ സ്ലൈഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഈ എപ്പിസോഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിച്ചത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഒന്ന് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.